ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാനിപ്പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ പാനിപ്പൂരിയുടെ പൂരി തയ്യാറാക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നമ്മൾക്ക് ഈ പാനിപ്പൂരിയുടെ ഇന്ന് പാനി തയ്യാറാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. ഇവിടെ പാനിപ്പൂരിക്ക് നമുക്ക് ചെറിയൊരു മസാല കൂടി തയ്യാറാക്കാം. അതിന് വേണ്ടി ഇത് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങ് നമ്മൾക്കൊന്ന് കട്ട് ചെയ്യാം. ഇവിടെ കുറച്ച് വലിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി കട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ തൊലി കളഞ്ഞ മുഴുവൻ ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുത്താൽ മതിയാകും. ഇവിടെ കട്ട് ചെയ്തിട്ട് ഇത് കുക്കറിലിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഒരു 1-2 ടേബിൾ സ്പൂണോളം വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി 2 വിസിലിട്ട ശേഷം കുക്കർ ഓഫാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആവിയൊക്കെ പോയതിന് ശേഷം ഇത് നമുക്കിനി കുക്കർ തുറക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. കൂടാതെ ഇതിൽ വെള്ളമൊന്നുമില്ല. അപ്പോൾ വെള്ളം നിങ്ങൾ കൂടുതലായിട്ട് ഒഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് വെള്ളം നിങ്ങൾക്ക് മാറ്റാം. ഇല്ലെങ്കിൽ ആ വെള്ളം വളരെ കുറച്ചേ ഉള്ളെങ്കിൽ അത് വറ്റിച്ചെടുത്താൽ മതിയാകും. എന്നിട്ട് ഒരു മാഷർ ഉപയോഗിച്ച് നന്നായിട്ട് ഈ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കാം. അങ്ങനെ ഇനി ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇവിടെ ഈ ഉരുളക്കിഴങ്ങ് അങ്ങനെയെല്ലാം പശ പോലെ അടിഞ്ഞു പോയിട്ടൊന്നുമില്ല. ചെറിയ പീസൊക്കെ ഇതിൽ ചവക്കാൻ പാകത്തിനുണ്ടെന്ന് താനും. അപ്പോൾ ഇനി ഉരുളക്കിഴങ്ങിലൂടെ കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം ഇവിടെ ചേർക്കുന്നത് ഉള്ളിയാണ്. ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയില, പിന്നെ പച്ചമുളക് 1-2 ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ ജീരകപ്പൊടി, പിന്നെ ചാട്ട് മസാലപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാനിപ്പൂരിയുടെ മസാല റെഡി ആയിരിക്കും. ഇവിടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ചേർത്തിരിക്കുന്ന എല്ലാ ഐറ്റംസും നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ്. കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 4 കട്ടോളം എടുത്തിട്ടുണ്ട്. അത്രയൊന്നും ആവശ്യമില്ല. 2.5 മതിയാകും. ഇതിപ്പോൾ കുറച്ച് ലിക്വിഡ് ആക്കി വെച്ചാൽ നമുക്ക് അവിൽ കുഴക്കുന്ന സമയത്തും പിന്നെ കാപ്പിയൊക്കെ ആക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഇവിടെ ഇതാ എല്ലാം നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞു. ഇതൊന്ന് ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. നന്നായിട്ട് തണിയട്ടെ. ഇനി ഇവിടെ എടുത്തിരിക്കുന്നത് പുളിയാണ്. ഈ പുളിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊഴിച്ച് ഒന്ന് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി പിഴിഞ്ഞെടുക്കാം. അങ്ങനെ ഇത് ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ ചെറിയ പൊടിയും കുരുവൊക്കെ ഉണ്ടാവും. അതൊന്ന് അരിച്ചെടുക്കാം. ഇവിടെ ഇതങ്ങനെ പുളിവെള്ളം റെഡി ആയിട്ടുണ്ട്. ഈ പുളിവെള്ളം നമ്മൾക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് മല്ലിയിലയും പുതിനയിലയാണ്. അത് നന്നായിട്ട് കഴുകി കൊടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ എരിവിനാവശ്യമായ പച്ചമുളകും പിന്നെ ഒരു പീസ് ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് നമ്മൾക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇവിടെ ഇതാ മല്ലിയിലയും പുതിനയിലയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു അരിപ്പ വെച്ച് നമുക്ക് ഈ ലിക്വിഡ് ഒന്ന് അരിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് അരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ച് നോക്കിക്കോളൂ. പക്ഷേ അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇവിടെ ഈ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഐറ്റംസൊക്കെ ചേർക്കാനുണ്ട്. ആദ്യം നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പുളി പിഴിഞ്ഞെടുത്തില്ലേ, ആ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഇനി ഈ ലിക്വിഡിലേക്ക് നമുക്ക് കുറച്ച് ജീരകപ്പൊടി ചേർക്കാം. അതുപോലെ ചാട്ട് മസാല പൊടി ചേർക്കാം. പിന്നെ ഈ ലിക്വിഡിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ ലിക്വിഡ് കുറച്ചും കൂടി നമുക്ക് ലൂസാക്കണം. അതിനുവേണ്ടി ഇവിടെ ഐസ് വാട്ടറാണ് ഒഴിക്കുന്നത്. കുറച്ച് നല്ല തണുത്ത വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തണുത്ത വെള്ളമില്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ച് നമ്മൾക്ക് ഒന്ന് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ചാൽ മതിയാകും. ഇനി ഈ ലിക്വിഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ചേർത്ത പൊടികളും ഉപ്പും എരിവും പുളിയൊക്കെ പാകത്തിനുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻ വാട്ടർ റെഡി ആയി കഴിഞ്ഞു. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത പനി തയ്യാറാക്കാൻ വേണ്ടി ഇത് എടുത്തിരിക്കുന്നത് പുളിവെള്ളമാണ്. നമ്മൾ നേരത്തെ പുളി പിഴിഞ്ഞ് വെച്ചില്ലേ, ആ വെള്ളവും പിന്നെ നമ്മൾ നേരത്തെ ശർക്കര മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നു, അതിങ്ങോട്ട് എടുക്കാം. അതൊരു അരിപ്പ വെച്ച് അരിച്ചൊഴിക്കാം. മുഴുവൻ ഒഴിക്കാതെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇവിടെ അങ്ങനെ പുളിവെള്ളവും ശർക്കരയും നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇവിടെ ഐസ് വാട്ടറാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഐസ് വാട്ടർ ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞൊക്കെ നമ്മൾ ഈ പാനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ചേർത്തൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ ചാട്ട് മസാല പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ ലിക്വിഡിന് എരിവിനാവശ്യമായ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാം പാകത്തിനുണ്ടോ എന്ന്. അങ്ങനെ ഇതാ ഈ പാനിയും റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മളുടെ പാനിയിൽ കുറച്ച് ബൂന്തി കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം 2 പാനിയിലും. അങ്ങനെ ഇവിടെ ഇതാ 2 പാനിയിലും കുറച്ച് ബൂന്തിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ നേരത്തെ തയ്യാറാക്കിയ മസാലയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പാനിപ്പൂരിയുടെ പൂരി ഇവിടെ ഓൾറെഡി റെഡിയായി നിൽക്കുന്നുണ്ട്. ഈ പൂരി തയ്യാറാക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടു നോക്കുക. ഇനി നമ്മൾക്ക് ഇതെങ്ങനെയാണെന്ന് കഴിക്കുന്നത് കൂടി കണ്ടു നോക്കാം. ഇവിടെ ഇത് പൂരി എടുത്തിട്ടുണ്ട്. ഇതുപോലെ പൂരിയുടെ നടുവിലായി വിരൽ കൊണ്ടൊന്ന് പൊട്ടിച്ചൊരു ഹോൾ ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത പൊട്ടറ്റോ മസാല അതിൽ നിറക്കാം. ആവശ്യത്തിന് നിറച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയെടുത്ത പാനിയിൽ മുക്കി കഴിക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾക്ക് എരിവും പുളിയും മധുരവുമുള്ള പാനിയിൽ മുക്കാം. ഒന്ന് കഴിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റിയാണ്. ഇനി അടുത്തത് സ്പൈസി ഗ്രീൻ വാട്ടറിലൊന്ന് മുക്കി കഴിക്കാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്